നമസ്കാരം. സുരേഷ് ഗോപി ബി.ജെ.പിയിൽ നിന്ന് ഔട്ട് ആകുമ്പോൾ വിജയ് ഇന്നാകുമോ? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് നാളുകളായി തൃശ്ശൂരിലൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി സുരേഷ് ഗോപി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. കലുങ്ക് സൗഹൃദ പരിപാടി എന്നൊരു പ്രഹസന നാടകവുമായാണ് അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ജനകീയ പ്രശ്നങ്ങളെല്ലാം കേട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപി ഈ കലിംഗ സൗഹൃദ സദസ് തുടങ്ങിയതെങ്കിലും അതൊന്നുമല്ല ഉദ്ദേശമെന്ന് പിന്നീട് നമ്മൾ ഇയാളിലൂടെ തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായി. ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കലല്ല എന്ന് വേലായുധൻ ചേട്ടനിലൂടെ, ആനന്ദവല്ലി ചേച്ചിയിലൂടെയൊക്കെ നമ്മൾ കണ്ടു. സുരേഷ് ഗോപി അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് ഇറക്കിയ പരിപാടി മൂപ്പരുടെ ഈ ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമകൾ പോലെ തന്നെ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇനി കലിംഗ സൗഹൃദ സദസ്സുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കില്ല എന്നും കൂടുതൽ കൂടുതൽ ദുരവസ്ഥയിൽ കൊണ്ടുപോയി എത്തിക്കുമെന്നും മനസ്സിലായ സുരേഷ് ഗോപി തന്റെ ഉദ്ദേശ ലക്ഷ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് 5 MLA-മാരെ വേണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 പേർ മത്സരിച്ച് ജയിച്ച് അങ്ങ് സഭയിൽ ഉണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർ ഞങ്ങൾക്ക് തരണം എന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ ഈ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രതികരണം ഇപ്പോ ഇദ്ദേഹം നടത്തിയില്ലെങ്കിലും അദ്ദേഹം ആ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ തന്നെ വായിച്ചെടുക്കാൻ കഴിഞ്ഞതാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി MP ആയ ശേഷം തൃശ്ശൂരിനെന്നല്ല കേരളത്തിന് പോലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനങ്ങളോടുള്ള സ്നേഹമൊക്കെ തോന്നി. ഇങ്ങനൊരു പരിപാടിയുമായി ഇറങ്ങിയപ്പോഴേ തോന്നി മുമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കൊണ്ടുള്ള നടത്തമാണെന്ന്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ കുലുങ്ങാത്ത മനുഷ്യനാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ബാധിതരെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ്. 5 പൈസയുടെ മുട്ടായി പോലും മേടിച്ചു കൊടുക്കാത്ത മനുഷ്യനാണ്. ഇപ്പോൾ കലുങ്ക് സൗഹൃദ സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊക്കെ നടത്തി ആലിഞ്ചൂട്ടിലും കുളത്തിന്റെ കടവിലും ഒക്കെ വന്നിരുന്ന് ആളുകളെ കേൾക്കാനിരിക്കുന്നത്. ആ പരിപാടി നടക്കുന്ന സ്ട്രക്ചർ കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ BJP-ക്കാരാണ്. ഇത് തലേ ദിവസം ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരമാണ് പിറ്റേ ദിവസം ഇത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അത് ഈ വേലായുധൻ ചേട്ടനും ആനന്ദവല്ലി ചേച്ചിയും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപി അവരോട് കയർക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് അതൊക്കെ ശരിയാണെന്നും ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് നീങ്ങുന്ന പരിപാടിയാണെന്നും ഒക്കെ മനസ്സിലായതാണ്. പിന്നെ ഇത് മാത്രമല്ല, സുരേഷ് ഗോപി കലിംഗ് സൗഹൃദ പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ സുരേഷ് ഗോപിക്കും വലിയ രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി നടത്തിയ എല്ലാ പ്രതികരണങ്ങളും വലിയ തോതിൽ തന്നെ വിവാദങ്ങൾക്ക് ഇടവെച്ചു. പ്രജ എന്ന് വിളിച്ച് ജനങ്ങളെയൊക്കെ ആക്ഷേപിച്ചു. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ സുരേഷ് ഗോപിയുടെ ഓരോ പ്രതികരണങ്ങളും BJP വളർത്താൻ വേണ്ടി ശ്രമിച്ച ഓരോ നീക്കങ്ങളും BJP-യുടെ ഗ്രാഫ് താഴോട്ടേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ്. BJP-ക്കാർ മുഴുവൻ തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ സുരേഷ് ഗോപി 18ാമത്തെ അടവിറക്കി. എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം അത് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കണം, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കണം, എന്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ തീർന്നു, എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കണം, സമ്പാദിക്കണം, അതുകൊണ്ട് സിനിമയിൽ സജീവമാകാൻ പോവുകയാണെന്നാണ് സുരേഷ് ഗോപി ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടത്തിയ പ്രതികരണം. സുരേഷ് ഗോപിക്ക് മനസ്സിലായിരിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ താൻ തികഞ്ഞൊരു പരാജയമാണെന്ന്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ സുരേഷ് ഗോപി മൂലം വലിയ ഡാമേജ് BJP-ക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു ഇരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയം അഭിനയിച്ചുകൊണ്ട് സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. സുരേഷ് ഗോപിയുടെ കയ്യിലെ വരുമാനമൊക്കെ തീർന്നു പോയെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ഈ വരുമാനമൊക്കെ ഉപയോഗിച്ച് ആരെയാണ് സഹായിച്ചിട്ടുള്ളത്? സുരേഷ് ഗോപി സ്വന്തം രാഷ്ട്രീയ താവളം ഒരുക്കാനും അധികാര കസേരയിലേക്ക് എത്താനും ഒക്കെ ചിലപ്പോ PR വർക്കിന് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ടാകും. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് താങ്കളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളും താങ്കൾ ഇതുവരെ ഇടപെട്ട് കണ്ടിട്ടില്ല. എയിംസ് അടക്കമുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. അതുകൊണ്ട് കൊടുത്തൊരു വാഗ്ദാനവും നിറവേറ്റാൻ കഴിയാത്ത കഴിവ് കെട്ട ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. അഭിനയിച്ച് പൊലിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിച്ച് അധികാര കസേരയിലെത്തി അവസാനം MP ആയി കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഇപ്പൊ മൊത്തത്തിൽ വലിയ ദുരന്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് കലുങ്ക് സൗഹൃദ സദസ്സിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മറ്റൊരു പതിപ്പാണ് വിജയ് എന്നും പറയാതെ വയ്യ. അഭിനയിച്ച് ജനങ്ങളെ പറ്റിച്ച് അധികാര കസേരയിലെത്താൻ വേണ്ടിയാണ് വിജയും പയറ്റുന്നത്. വിജയ് എന്ന് പറയുന്ന നടൻ നമുക്കറിയാം സിനിമ മേഖലയിലെ
വളരെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു നടനാണ്. മാത്രമല്ല വിജയെ സംബന്ധിച്ച് വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. വിജയ് ആ ആരാധക വൃന്ദത്തെ അതേപടി തന്നെ തന്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർത്ത് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നു വിജയുടെ ലക്ഷ്യം. അതിന് തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. പിന്നാലെ സംസ്ഥാനം പിടിക്കാൻ വേണ്ടി ഇദ്ദേഹം സംസ്ഥാന പര്യടനം ആരംഭിച്ചു. ഈ പര്യടനം അവസാനം പോയി നിന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കലിംഗ് തവിടുപൊടിയായി സുരേഷ് ഗോപി വീണതുപോലെ വിജയ് ഈ പറയുന്ന പരിപാടിയും നടത്തി അവസാനം പിടിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അതായത് വിജയ് പലയിടങ്ങളിലും പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി. ആളുകളെ കണ്ട വിജയ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ ആറാടി. BJP-ക്കെതിരാണ് താനെന്ന് പറഞ്ഞാണ് വിജയ് രംഗത്തേക്ക് വന്നതെങ്കിലും പറഞ്ഞത് മുഴുവൻ DMK-ക്കെതിരായിരുന്നു. അതായത് നമുക്കറിയാം DMK, സ്റ്റാലിന്റെ DMK ആണ് BJP-ക്കെതിരെ ഏറ്റവും കൂടുതൽ അതിശക്തമായ പോരാട്ടം നടത്തുന്ന തമിഴിലെ രാഷ്ട്രീയ പാർട്ടി. DMK-നെ അടിച്ചതോടുകൂടി തന്നെ BJP-ക്ക് മമത കൂടി വിജയനോട്. വിജയ് പിന്നീട് ഒരുപാടിടങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വിജയുടെ പരിപാടി കാണാൻ നിരവധി ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മരണമടയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും വിജയ് മരണമടഞ്ഞ ആളുകൾക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയൊന്നും ചെയ്ത് നമ്മൾ കണ്ടില്ല. പക്ഷെ വിജയ് എന്ന് പറയുന്ന നടൻ ആപ്പിലായതും വിജയ് എന്ന് പറയുന്ന നടന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതും വിജയ് എന്ന് പറയുന്ന നടന്റെ എല്ലാ രീതിയിലുള്ള ഗിമ്മിക്ക് പണികളും പൊളിഞ്ഞത് കരൂരിലാണ്. കരൂരിൽ വിജയ് സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. 10,000 ആളുകൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് 1.5 ലക്ഷത്തിനും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നു. അവിടെ പിന്നീട് ഒരു ദുരന്തം ഉണ്ടാകുന്നു. 41ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കരൂരിൽ ഉണ്ടാകുന്നു. ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് വിജയ് നടത്തിയ ഇടപെടലുകളാണ് വിജയ് എന്ന് പറയുന്ന നടന്റെ അഭിനയം മുഴുവൻ പൊളിച്ചടക്കിയത്. വിജയ് അതുവരെ താൻ ജയിച്ച മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും കാവലായി ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ കരൂരിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ആദ്യം ഓടി രക്ഷപ്പെട്ടത് ഇതേ വിജയ് തന്നെയാണ്. വിജയ് എന്ന് പറയുന്ന രക്ഷക കഥാപാത്രങ്ങളിലൂടെ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഈ വിജയ് എന്ന് പറയുന്ന TVKയുടെ നേതാവ് അവിടെ അങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ കണ്ടം വഴി ഓടുക എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പ്രയോഗിക്കാം. അതുപോലെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലെത്തി പ്രൈവറ്റ് വിമാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. അപകടത്തിൽപ്പെട്ട ആളുകളൊന്നും ആശുപത്രിയിൽ പോയി പോലും അദ്ദേഹം സന്ദർശിക്കുന്നില്ല. മരണമടഞ്ഞ അണികളുടെ വീട് സന്ദർശിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. ശേഷം വിജയ് പെട്ടുവെന്ന് വിജയ്ക്ക് മനസ്സിലാകുമ്പോൾ വിജയ് തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ചില ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിഷയം DMK-യുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കോടതിയിൽ വിജയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. കോടതി വിജയ് അവിടെ നിന്ന് പോയതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയല്ല ഒരു നേതാവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള പല പ്രതികരണങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല വിജയ് പല ഇൻസ്ട്രക്ഷൻസും, അതായത് പോലീസ് നൽകിയ ഒരുപാട് നിയന്ത്രണങ്ങൾ, 32ഓളം നിയന്ത്രണങ്ങൾ ലംഘിച്ചതായും ഒക്കെ ഉള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ഈ ഒരു അപകടം ഒരു സ്പോൺസേഡ് ദുരന്തമാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. വിജയ് ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അവസാനം വിജയ് ആപ്പിലായി എന്ന് കണ്ടപ്പോൾ വിജയെ തേടി അവരെത്തി. ആരാണ്? എടപ്പാടി പളനിസ്വാമി എത്തുന്നു. അദ്ദേഹം ഈ പറയുന്ന NDAയുടെ ഭാഗമാകണമെന്ന് വിജയോട് പറയുന്നു. അരമണിക്കൂറോളം വിജയുമായി സംസാരിക്കുന്നു. വിജയ് ഈ നിമിഷം വരെ നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ BJP-ക്ക് എതിരാണ് എന്ന് പറയുന്ന വിജയ് എന്തുകൊണ്ട് നോ പറയാൻ ഇപ്പോഴും മടിക്കുന്നു എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് NDAയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും വിജയ്ക്കെതിരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. മാത്രവുമല്ല കരൂര് ദുരന്തം DMK-യുടെയും സ്റ്റാലിന്റെയും തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി വിജയും അതുപോലെ തന്നെ BJP-യുടെ ശില്പന്തികളും ഒക്കെ കൂടി ഒരു ശ്രമം നടത്തുന്ന കാഴ്ചയും നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിജയ് അധികം വൈകാതെ തന്നെ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും DMK-യുടെ IT സെല്ല് പുറത്തുവിട്ട ഒരു കവർ പിക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. RSS യൂണിഫോമിൽ വിജയ് നിൽക്കുന്ന ചിത്രം. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ക്യാൻവാസ് ചെയ്യാൻ BJP-ക്ക് ഒരു പ്രത്യേക കഴിവാണ്. ആ കുഴിയിൽ ഇവരെ പോലുള്ള ആളുകൾ, സ്ഥാനമോഹികൾ വീഴുകയും ചെയ്യും. വീഴുന്ന സ്ഥാനമോഹികൾ ഇതുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ പിടിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. സുരേഷ് ഗോപി വീണതുപോലെ, സുരേഷ് ഗോപി അവസാനം പെട്ടതുപോലെ തന്നെ വിജയും വീണുപെടുന്ന കാഴ്ചയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു നടനും അധിക നാൾ ജനങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന സത്യം നമ്മൾ ഇവരിലൂടെയൊക്കെ മനസ്സിലാക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരന് നല്ലൊരു ജനസേവകനാകാൻ കഴിയും. ഒരു രാഷ്ട്രീയക്കാരന് ഒരു നല്ല ഒരു സേവകനായി ജനങ്ങളുടെ നല്ലൊരു സർവന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയും. പക്ഷെ ഒരു നടന് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ കഴിയുകയില്ല എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. കരൂരിൽ ദുരന്തമുണ്ടായപ്പോൾ വിജയ് കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പറന്നപ്പോൾ ചെന്നൈയിൽ നിന്ന് കരൂരിലേക്ക് പറന്നെത്തിയ